കരിമ്പിങ്കാല കൂടി ചേരുന്നുണ്ട്. ശ്രീ കെന്നഡി കരിമ്പിങ്കാല, മുമ്പ് പി സി ജോർജിന്റെ പല കാര്യങ്ങളെയും താങ്കൾ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. ഇക്കാര്യത്തിൽ പി സി ജോർജിന് താങ്കളുടെ പിന്തുണയുണ്ടോ? നോക്കൂ, എപ്പോഴും പിന്തുണയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിഷയാധിഷ്ഠിതമായിരുന്നു. ഓരോ പ്രാവശ്യവും പി സി ജോർജിന്റെ പേരിൽ ആരോപണം ഉയരുന്നതെല്ലാം അദ്ദേഹം ഓരോരോ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പറഞ്ഞു. ഉദാഹരണത്തിന് പോപ്പുലർ ഫ്രണ്ടുകാരെ കേരളത്തിൽ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ NIA ഓടിച്ചിട്ട് പിടിച്ച് തൂക്കിയെടുത്തുകൊണ്ട് പോണ ദിവസം ഒരു ചർച്ച നടക്കുമ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാരെ എന്താ വിളിക്കേണ്ടത്? മഹാന്മാരെന്ന് വിളിക്കണോ? അങ്ങനെ വിളിക്കാൻ തലയ്ക്ക് വെളിവുള്ള ആർക്കെങ്കിലും കഴിയുമോ പോപ്പുലർ ഫ്രണ്ടുകാരെ അങ്ങനെ വിളിക്കാൻ? ഇപ്പോൾ അവലും മലരും മാതിരിയുള്ള തെമ്മാടിത്ത മുദ്രാവാക്യങ്ങൾ ഈ സമൂഹത്തിൽ മുഴക്കിയ ദിവസമുള്ള ചർച്ചകളിൽ ആ മുദ്രാവാക്യം വിളിച്ചവർക്ക് പിന്തുണ കൊടുക്കുന്നവരെയും അവരുടെ അഭ്യുതകാക്ഷികളെയും തെമ്മാടികളെന്നും രാജ്യദ്രോഹികളെന്നും അല്ലാതെ വേറെ എന്താ വിളിക്കാൻ കഴിയുക? മാക്സിമം കടത്തി തന്നെ അക്കാര്യത്തിൽ പറയേണ്ടി വരും. ചിലപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചർച്ച നയിക്കുന്ന ആൾക്കാർക്കോ അല്ല ചാനലുകൾക്കോ മറ്റൊരു താല്പര്യമുണ്ടാവാം. ആ തരത്തിൽ പോകാൻ ഒരു സാമാന്യ ബുദ്ധിയുള്ളവർക്ക് കഴിയില്ല. അങ്ങനെ ഓരോ കോണ്ടെക്സ്റ്റിലും ജോർജ് ഇടപെട്ട ഓരോ കോണ്ടെക്സ്റ്റിലും ജോർജ് പച്ചയായി സത്യസന്ധമായി മറുപടി തന്നു എന്നുള്ളതാണ് അതിൻ്റെ വ്യത്യാസം. പിന്നെ ഈ ഉപയോഗിക്കുന്ന ഭാഷയിൽ ഇപ്പം കടന്നു പോകുന്നു. അത് കുറച്ചൊന്ന് നിയന്ത്രിക്കേണ്ടതാണെന്നുള്ള അഭിപ്രായം എനിക്കുണ്ട്. പരാമർശം നടത്തുന്ന പോലെയുള്ള പരാമർശമാണോ പി സി ജോർജ് ഈ പറയുന്ന ചർച്ചയിൽ നടത്തിയത്? ഇതിൽ അദ്ദേഹം ഒരു സമുദായത്തെ ആകെ ആക്ഷേപിക്കുന്ന രീതിയിലാണ് സംസാരിച്ചത്. താങ്കൾ ശ്രദ്ധിച്ച കാര്യമാണല്ലോ. അദ്ദേഹത്തിന് മനസ്സിലുള്ള എന്തോ ഒരു മുൻധാരണ വെച്ച് മുഴുവൻ ആളുകളും വർഗീയവാദികളാണ് എന്ന രീതിയിലാണ്. അവിടെ ഒരു സംഘടനയുടെയും പേര് അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടില്ല. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നതാണല്ലോ, ന്യൂനപക്ഷങ്ങളെ രണ്ടായിട്ട് കാണുന്നു, ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും വേർതിരിച്ച് കാണുന്നു, സർക്കാരിനെതിരെ അത്തരം ആരോപണം ഉന്നയിക്കാറുണ്ട്. ഈ സർക്കാർ തലത്തിലുള്ള സഹായങ്ങൾ നൽകുന്നതിനെക്കുറിച്ചും ഒക്കെ അത്തരം കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ അദ്ദേഹം ആ ചർച്ചയിൽ സംസാരിച്ചിരുന്നു. പക്ഷെ അതെല്ലാം പറഞ്ഞു വന്നപ്പോൾ അദ്ദേഹം അവസാനം കൊണ്ടുവന്ന് എത്തിച്ചത് എവിടെയാണ്? പൂർണ്ണമായിട്ടും ഈ സമുദായത്തിലെ എല്ലാവരും വർഗീയവാദികളാണ് എന്ന രീതിയിലാണ്. അത് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന കാര്യമല്ലേ? കലാപത്തിനുള്ള ആഹ്വാനമല്ലേ ശ്രീ കെന്നഡി കരിമ്പിങ്കാല? മനുഷ്യ, ഞാൻ കാര്യം ചോദിക്കട്ടെ. ഞാനിപ്പോൾ ലാസ്റ്റ് കുറച്ച് ഭാഗം കേട്ടപ്പോൾ ശ്രീജിത്ത് പണിക്കരുടെ ഒരു ചെറിയൊരു വെർഷൻ ഞാൻ കേട്ടിരുന്നു. ഞാൻ അതിൽ തന്നെയാണ് ഞാൻ തുടങ്ങുന്നത്. ഞാൻ ചോദിക്കുന്നത്, സമസ്ത നേതാവ് ഉമർ ഫൈസി മുക്കം ഹിന്ദു ദൈവങ്ങൾക്കെതിരെ വെറും ദുഷിച്ച വർത്താനം പറഞ്ഞു. ഈ നാട്ടിൽ ആരെങ്കിലും കേസെടുത്തോ? എന്താ കേസെടുക്കാത്തത്? ആരെങ്കിലും പരാതി കൊടുക്കുകയോ ഇത്തരം ഒരു വിഷയത്തിലേക്ക് കൊണ്ടുപോയോ? എന്തിനാണ്? അവരുടെ ഒരു പുരോഹിതൻ, ഞാൻ പേര് പോലും പറയാൻ അറയ്ക്കുന്നു, ക്രിസ്തു പിഴച്ചു പെറ്റവനാണെന്ന് സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോ കിടപ്പുണ്ട്. ക്രിസ്തു ഈശോ പിഴച്ചു പെറ്റവനാണ്. അതിൽ കൂടുതൽ ഇനി ഒരു ക്രിസ്ത്യാനിയെ കുത്തി കീറാൻ വല്ലതും ബാക്കിയുണ്ടോ? അതും ജോർജ് പറഞ്ഞതുമായിട്ടൊന്ന് കമ്പയർ ചെയ്തിട്ട് മഞ്ജുഷ് തീരുമാനിക്കൂ. ആരെങ്കിലും അക്കാര്യത്തിൽ നിയമ പോരാട്ടത്തിന് പോയിരുന്നു? ഇവിടെ യൂത്ത് ലീഗിന്റെ അശ്രാന്ത പരിശ്രമമാണ് ഇക്കാര്യത്തിൽ നടന്നത്. ആരും കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല, സ്വമേധയാ ആരും പോയിരുന്നില്ല. അല്ല, നമ്മുടെ ബഹുമാനായ ശ്രീജിത്ത് മണിക്കര് തന്നെ ഇതിന്റെ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, സ്വമേധയാ കോടതി കേസെടുക്കണമായിരുന്നു എന്ന്. അങ്ങനെയാണെങ്കിൽ ഈ കാര്യത്തിനൊക്കെ കോടതിക്ക് സ്വമേധയാ കേസെടുക്കാമായിരുന്നു. അപ്പൊ കോടതികൾ ഉറങ്ങുകയാണോ ഈ കാര്യത്തിൽ? ഇപ്പോൾ ഈ പറഞ്ഞ ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞ പരാമർശത്തിൽ ഇവിടുത്തെ കോടതിക്ക് സ്വമേധയാ കേസെടുക്കാമായിരുന്നല്ലോ. സ്വമേധയാ കോടതി കേസെടുക്കേണ്ടതായിരുന്നു എന്ന് നമ്മുടെ ബഹുമാനായ ശ്രീജിത്ത് പണിക്കരോട് പറഞ്ഞു. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഇവിടെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞു അങ്ങനെയല്ല, സ്വമേധയാ കോടതി കേസെടുക്കുകയായി. അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇവിടെ അല്ലല്ല, നോക്കൂ, ഇവിടെ കോടതി നേരിട്ട് കേസെടുക്കുകയായിരുന്നില്ല ഈ വിഷയത്തിൽ സംഭവിച്ചത്, മറിച്ച് യൂത്ത് ലീഗിന്റെ ഒരു പരാതിയുടെ പുറത്താണ് എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ കോടതി സ്വമേധയാ വിഷയത്തിൽ കേസെടുത്തു എന്നല്ല. അങ്ങനെയാണെങ്കിൽ കോടതിക്ക് ഇവിടെ നമ്മുടെ നാട്ടിലുള്ള അല്ല കേസെടുക്കാമായിരുന്നല്ലോ എന്ന് ഉദ്ദേശിച്ചു എന്നാണ് താങ്കൾ. സ്വമേധയാ കേസെടുക്കാമായിരുന്നുവല്ലോ, അപ്പോൾ കെന്നഡി പറഞ്ഞ കാര്യത്തിനും അങ്ങനെയാണല്ലോ എന്നാണ്. അല്ല മഞ്ജുഷേ, അല്ല, അത്രേ ഉള്ളൂ. അതായത് കോടതികൾക്ക് കേസെടുക്കാനുള്ള ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ അങ്ങനെയാണെങ്കിൽ ഈ രാഷ്ട്രീയ നേതാക്കളുടെ പ്രസംഗങ്ങളെ എല്ലാ ദിവസവും അതിന്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ള ജോലി മാത്രമേ കോടതികൾക്കുണ്ടാവൂ. അത് അവരുടെ ശ്രദ്ധയിൽപ്പെടുന്ന രീതിയിലേക്ക് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ ചില സാഹചര്യങ്ങളിൽ അവർ കേസെടുക്കും. ശരി, കെന്നഡി തുടർന്നോളൂ. കെന്നഡി എന്താണ് പറഞ്ഞോളൂ. ശരി കെന്നഡി.
അല്ല ഒരു മിനിറ്റ് ഞാൻ വരാം, ഷാക്കിർ വരാം. കെന്നഡി ഇപ്പോൾ ചേർന്നേ ഉള്ളൂ, അതുകൊണ്ടാണ് കെന്നഡിയുടെ പോയിന്റ് പറയട്ടെ. കെന്നഡി ശരി, മഞ്ജുഷേ, ശ്രീജിത്ത് പറഞ്ഞതാണ് എൻ്റെ കൃത്യമായ പോയിന്റ്. അങ്ങനെ സുമോട്ടോ കേസെടുക്കുകയും കോടതി കേസെടുക്കാൻ നിന്ന് കഴിഞ്ഞാൽ അതിനുവേണ്ടി തന്നെ ഒരു പ്രത്യേക കോടതി ഉണ്ടാക്കേണ്ടി വരും. കാരണം ഇത് തന്നെ ആയിരിക്കും നമ്മുടെ ദിവസവും നമ്മുടെ നാട്ടിൽ തൊഴിൽ. കാരണം ഇവിടെ പൊളിറ്റിക്സിനകത്ത് നമ്മൾ അങ്ങോട്ട് ഇതെല്ലാം പൊളിറ്റിക്കൽ ഇഷ്യൂസ് ആണല്ലോ, പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത്തരം സംസാരങ്ങൾ ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഒരു BJPക്ക് ഒരു വേര് കിട്ടാത്ത ഒരു സ്ഥിതിയുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ ഒരു ബേസിക് റീസൺ. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള ഏറ്റവും പ്രധാന കാര്യം BJPയുടെ ഒരു പ്രാധാന്യമാണ്. BJP ഇവിടെ വളർന്നു വരുന്നു, പല മേഖലകളിൽ അവർ കടന്നു കയറുന്നു, അവരിവിടെ വളരാൻ ശ്രമിക്കുന്നു, അവർ ക്രിസ്ത്യൻ സമൂഹവുമായി കൈകോർക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെ അവരെ കടത്താതിരിക്കാനും അതിന് തടയിടാനുമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഈ കൂടുതൽ പേർക്കും സത്യത്തിൽ ഈ മതങ്ങളോട് വിരോധമോ മതവിരോധമോ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും കുറച്ച് മുസ്ലിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ഉടനെ ആ മുസ്ലിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് ഒരു സൊസൈറ്റിയിൽ അകറ്റി നിർത്തണം, അങ്ങനെയുള്ള താല്പര്യമൊന്നുമില്ല മലയാളികൾക്ക്. അങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം വെറും രാഷ്ട്രീയത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെ കേസെടുക്കാൻ തുടങ്ങിയാൽ കോടതികൾക്ക് അതിനെ നേരം കാണുകയുള്ളൂ. ഒരു സുമോട്ടോ കേസെടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു നല്ല ഇതായിരിക്കില്ല. പക്ഷേ ഇപ്പൊ യൂത്ത് ലീഗിന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ട് ഇപ്പൊ ഇവരിത് തുടങ്ങിയെന്ന് പറഞ്ഞാൽ എഴുതി വെച്ചോളൂ, നാശത്തിന്റെ തുടക്കം. ഈ അശ്രാന്ത പരിശ്രമം സർവനാശത്തിന്റെ തുടക്കമാണ്. യൂത്ത് ലീഗ് എന്താ കരുതുന്നത്? നിങ്ങളുടെ പുരോഹിതന്മാർ വാതുറന്നാൽ വിവരക്കേടും ഒന്നും പറയുന്നില്ല. നിങ്ങളുടെ പുരോഹിതന്മാർ തുണിയില്ലാതെ ഓടും. നിങ്ങളുടെ പുരോഹിതർ തുണിയില്ലാതെ ഓടുന്ന കണ്ടോ? നിങ്ങൾ കണ്ടോ? ഇനി നിങ്ങൾ കണ്ടോ അവർക്ക് വരാൻ പോണ ഗതി? അവരുടെ കാട്ടായം എന്തൊക്കെയാണെന്ന് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടട്ടെ. മതത്തിന്റെ നേരം കൊടുക്കണ്ട. സ്വന്തം സമുദായത്തിൽ കുറ്റവാളികൾ സമുദായത്തിനെതിരെ ചെയ്യുന്ന മതത്തിന്റെ ലേബൽ കൊടുക്കണ്ട. അല്ല, സ്വന്തം സമുദായത്തിനെതിരെ തന്നെ ഞാൻ പറഞ്ഞുതരാം. സ്വന്തം സമുദായത്തിനെതിരെ തന്നെ ചെയ്യുന്ന ചെയ്ത്ത് മതി പണി കിട്ടാൻ. അവര് സ്വന്തം സമുദായത്തിൽ തന്നെ പണി എന്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് നന്നായിട്ട് അറിയാലോ. മറ്റുള്ളവർ കോടതികളിൽ മുഴുവൻ നിങ്ങൾ വിചാരിച്ചാൽ ഈ കേരളത്തിന്റെ തെക്ക് വടക്ക് നിങ്ങൾ വിചാരിച്ചാൽ ചെരുപ്പ് താഞ്ഞു പോകും. എങ്ങനെ കെന്നഡിക്ക് ഇപ്പോഴും തോന്നുന്നു? നോക്കാം, നമുക്ക് നമ്മളിവിടെ ഉണ്ടാവുമല്ലോ. വല്ലാത്തൊരു മനസ്സാക്ഷിയാണ് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും നിങ്ങൾക്ക്? ഒന്നുമല്ല, പക്ഷേ അല്ല, നിഷ ക്രിസ്ത്യാനിയല്ലേ? ആ നിഷയെ എന്തൊരു മോശമായിട്ടാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. മനുഷ്യൻ പറയുന്ന രീതിയാണ്. നിഷ മുസ്ലിമാണ്, നിഷ ഇസ്ലാമിക വിശ്വാസിയാണോ? ഇതൊന്നും പർവ്വതീകരിക്കേണ്ട വിഷയമല്ല. നിങ്ങൾക്കൊരു സ്ത്രീയെ, ഒരു കാരുണ്യ പ്രവർത്തകയെ ഞങ്ങളുടെ പോരാട്ടം നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയിട്ടുള്ള PC ജോർജിനെ അതേ കെന്നഡി നിർത്തൂ, കെന്നഡി ജോമോൻ നിർത്തൂ.